വേട്ടയ്ക്ക് പാക്കളമ്പി വന്ന വെറി പൊട്ടിച്ച സിംഗം മുന്നന്തി സാരണി நானி காணி ராணி உந்தன் மேனி நானும் மொய்க்கிறேன் மருதாணி பூத்த காணி உன்னை தானே என்று கேட்கிறேன் நீ தூரம் நின்றா வைக்கிறேன் என் பக்கம் வந்தா பூக்கிறேன் சூர்யா 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 அம்மா அண்ணன்டா കറുപ്പ് കണ്ടു. കിടിലം പടം എന്ന് ഞാൻ പറയും. കാരണം സൂര്യ ആ പേര് കുറച്ച് നാളായിട്ട് ആ പേരിന്റെ തിളക്കം കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ കമ്മിയായിരുന്നു. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വിഷമമുണ്ടായിരുന്നു, നല്ല രീതിയിൽ വിഷമമുണ്ടായിരുന്നു. കാരണം അയാളെ പല ആൾക്കാരും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. അയാളുടെ റേഞ്ച് എന്താ, അയാളുടെ പൊട്ടൻഷ്യൽ എന്താ, എവിടെ ഇരിക്കുന്ന നടന, തെളിയിച്ചിട്ടുള്ള നടന, ഏതൊക്കെ സിനിമകൾ. ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ആ സിനിമകളുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ചെയ്ത വീഡിയോസിന്റെ അകത്തും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അയാൾ ചെയ്തിട്ടുള്ള പെർഫോമൻസ്, സിനിമകള് എവിടെ നിൽക്കുന്നു. അങ്ങനെ നിന്ന നടൻ താഴേക്ക് ഒരു വീഴ്ച വീണതാ. പിന്നെ അവിടുന്ന് എത്ര നാൾ അവിടെ ഇങ്ങനെ കിടന്നു, എണീക്കാതെ കിടന്നു. കങ്കൂവ ജിങ്കൂവ മക്രേവ എന്ന് പറഞ്ഞിട്ട് ശിവണ്ണൻ കൊണ്ടുപോയിട്ട് ചാമ്പി. ആ സമയത്ത് സൂര്യയുടെ സമയം കുറെ പോയി. നല്ല ട്രോളും കിട്ടി, ഊക്കും കിട്ടി, പടാറടങ്ങി. റെട്രോ ആണെങ്കിലും വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല പേഴ്സണലി ആസ് എ പ്രേക്ഷകൻ എനിക്ക്. അപ്പോ നല്ല വിഷമമുണ്ടായിരുന്നു സൂര്യയുടെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത്. ഇപ്പോ കറുപ്പ് ഇന്നലെ റിലീസും നടന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്ന സമയത്ത് കൂടുതൽ വിഷമായി. വായ് ഇത് എന്തുകൊണ്ട് സൂര്യക്ക് മാത്രം ഹാപ്പൻ ചെയ്യുന്നു? ഐ മീൻ ഫ്ലോപ്പുകളുടെ നിര കൂടിക്കൊണ്ടിരിക്കുന്നു, പടം ഇറങ്ങണ ദിവസം ഇറങ്ങാതിരിക്കുന്നു. ആ ഒരു വൃത്തികെട്ട അവസ്ഥ. ഈ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത ദിവസം, അതായത് ഇന്ന് കറുപ്പ് ഇറങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതും പൊട്ടി പണ്ടാറടങ്ങും എന്നുള്ള കാര്യത്തില്. അങ്ങനെ പടം തുടങ്ങി തുടക്കം തൊട്ട് കത്തിച്ചിട്ടുണ്ട്. ആസ് എ സൂര്യ ഫാൻ ബോയ് എനിക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഇതിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. മ്യൂസിക്കിന് നല്ല റോൾ ഉണ്ട് ഇതിന്റെ അകത്ത്. കിട്ടിക്ക് വെച്ചിട്ടുണ്ട്, മ്യൂസിക് ഒക്കെ പെട്ടച്ച് വെച്ചിട്ടുണ്ട്, പെട്ടച്ച് വെച്ചിട്ടുണ്ട് സാധനം. ഇത് ഞാൻ സൂര്യ ഫാൻ ആയതുകൊണ്ട് പറയുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ വിചാരിച്ചോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ വന്ന റെട്രോയും കങ്കുവൊക്കെ ഇരുന്നങ്ങ് തള്ളിയാ പോരെ, ഇരുന്നങ്ങോട്ട് മെഴുകിയാ പോരെ. മെഴുകിയിട്ടില്ല. ആ രണ്ട് പടം എനിക്ക് പറ്റിയില്ല. ഞാൻ അത് ആ രീതിയിൽ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഫാനിസം പണ്ടവരൊക്കെ മാറ്റി വെച്ചിട്ട്. പക്ഷെ ഈ സിനിമ ഇതിന്റെ ജോണർ എന്താ? ആക്ഷൻ, ഡ്രാമ, അല്ലെങ്കിൽ ഫാന്റസി, എന്റർടൈനർ, ഈ സാധനം ഇതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റിയാലിറ്റി. അങ്ങനെ തന്നെയാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയത്. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സുഖമായിട്ട് രസമായിട്ട് കണ്ടിരുന്ന പടം. സൂര്യ എന്താ ലുക്ക്! അങ്ങനെ ഒരു ലുക്കിന്റെ കാര്യമൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, ലുക്കാണ്. പക്ഷെ അങ്ങേരെ ഇങ്ങനെ ഒരു ജോണറില്, അതിന് മൊത്തത്തില് എൻഗേജിങ് ആയ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് പടത്തില് ഒരു പോസിറ്റീവ് വെർഡിക്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റത്തിന്റെ അകത്ത് മൂപ്പരെ ഇങ്ങനെ കാണുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ചന്തമുണ്ട് പുള്ളിക്ക്. അത് എത്ര പേർക്ക് തോന്നി എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതിന്റെ അകത്ത് ചില ക്ലോസ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്, മൂപ്പരെ നോക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. മൂപ്പരുടെ കണ്ണും മൂപ്പരുടെ കണ്ണിന്റെ പവർ ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് അറിയാലോ. ക്ലോസ് ഷോട്ടൊക്കെ വെക്കുന്ന സമയത്ത് യജാതി ലുക്ക, കിടിലൻ ഉള്ള കാര്യം പറയാലോ. ഇത് എന്താ പറയാ, ഇങ്ങനെ ഒരു ദൈവമാണ് ഇതിന്റെ അകത്ത്. പുള്ളിക്കാരൻ ദൈവമാണ്. ഹീസ് എ ഗോഡ്. ഫാന്റസി എലമെന്റ് ഇസ് ദർ. ഞാൻ പറഞ്ഞല്ലോ, ഫാന്റസി എലമെന്റ് ഇസ് ദർ. ആൻഡ് ഇത് ഗോഡാണ്. എന്താണ് അത് ആ രീതിയിൽ തുടക്കം തന്നെ ഇത് മനസ്സിലായിട്ട് ഇത് ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് തുടക്കം തന്നെ ഇത് ഗോഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ ഫ്ലോയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് അങ്ങനെ പറ്റുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആസ് എ പ്രേക്ഷകൻ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതർവൈസ് ഈ ദൈവം അല്ലെങ്കിൽ ഇത് എന്താണ് ലോജിക്, അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് മൂവീസ്, ഇത് എന്തൊക്കെയാണ് പരിപാടികൾ, ഇത് തുടക്കം തന്നെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല,
നിങ്ങൾ മൂഞ്ചി തെറ്റി മേപ്പെട്ട് നോക്കിയിട്ട് ഒരു ഇരിപ്പിരിക്കും. അത് ഞാൻ അതിന് തെറ്റ് പറയില്ല കേട്ടാ. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോ അത് എന്താ പറയുക, ഇത് തുടക്കം തന്നെ നിങ്ങൾക്ക് ഈ സംഗതി, ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിന്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ മീൻസ് അതിലേക്ക് ഇന്നാവാൻ പറ്റിയില്ല എന്ന് വെച്ചോ, അത് പറ്റിയ ഗംഭീരായി, പറ്റിയില്ലെങ്കിൽ പെട്ട്. ഇതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുമാതിരി ഒരു കോടതിയാണേ. അവിടെ നിന്നിരിക്കുന്ന ജഡ്ജി ആണെങ്കിലും അതേപോലെ RJ ബാലാജി ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും രണ്ട് ഉടായ്പാണ്. ഉടായ്പ പറഞ്ഞാൽ ഒരുമാതിരി മൈ ഗുണാപ്പന്മാരാണ്. ഓക്കെ, ഇപ്പൊ ഇവര് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ചെറ്റത്തരങ്ങളാണ്. അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്താണ് അവിടെ വരുന്ന ആളുകളെയൊക്കെ മൂഞ്ചിച്ചു വിടുന്ന ഒരു പരിപാടി. അപ്പൊ ഇതിന്റെ അകത്ത് ഇന്ദ്രൻ സേട്ടന്റെ ക്യാരക്ടറൊക്കെ ഉണ്ട്. കിടിലൻ ക്യാരക്ടറാണ്. പുള്ളി അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ മകളായിട്ട് അഭിനയിച്ച അവരും നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ആ ഇമോഷൻ ആക്ച്വലി ഇരിക്കുന്നത്. അപ്പോ ഇവർക്ക് എന്താ പറയാ, നീതി എന്ന് പറഞ്ഞൊരു സാധനം എന്താണ് പറയുക, RJ ബാലാജി ചെയ്തിട്ടുള്ള ക്യാരക്ടർ മേടിച്ചൊന്നും കൊടുക്കില്ല. ഇങ്ങനെ ചാമ്പിക്കൊണ്ടേയിരിക്കും. അവര് ബിരിയാണി അടിയോടടി. അത് കാണുമ്പോൾ തന്നെ ഇവന്റെ ചെട്ടി നോക്കി പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് തന്നെ തോന്നും. അപ്പോഴാണ് നമ്മുടെ കറുപ്പ് സ്വാമിയുടെ ഒരു വരവ്. പിന്നെ അതിന് കുറെ സാധനങ്ങളുണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്. ഇതിന്റെ അകത്ത് കുറെ ഫാൻസിന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറെ കിടിലൻ മൊമെന്റ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട് ഇതിന്റെ അകത്ത്. അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാക്കുള്ളൂ. അത് എങ്ങനെ, അത് ദൈവമാണ് സൂര്യ, അത് ഫസ്റ്റ് കാണിക്കുന്ന ഒരു സാധനമുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട ഒരു സൂര്യ ആയിട്ട് വരിക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ വരിക. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു, എന്താണ് പുള്ളി വക്കീലാവുന്നു, അങ്ങനെയുള്ള കുറെ പരിപാടികളാണ്. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് അറിയില്ല ഒരു റിവ്യൂവിന്റെ അകത്ത് ഇരുന്നിട്ട്. അപ്പൊ നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു ഫാന്റസിയാണ്, ഫാന്റസി. ഇത് എന്താണ് കൊമേഴ്ഷ്യലായിട്ട് ഒരു സ്റ്റാറിനെ വെച്ചിട്ട് ഒരു ഫാന്റസി എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്ന് എഴുതി പിടിപ്പിച്ചിട്ട് അങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഈ പറഞ്ഞ മ്യൂസിക്കിന്റെ ഒരു പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു പവറും ആക്ച്വലി കിട്ടും. ഞാൻ പറയുന്നു, എനിക്ക് കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ നിങ്ങൾ ഫാൻ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആസ് എ പ്രേക്ഷകൻ ഇത് ആ രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. എൻജോയ് ചെയ്യാത്ത ആൾക്കാരും ഒബ്വിയസ്ലി തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ തുറന്നു പറയാം. എന്റെ എന്താ പറയാ മുമ്പിലൊക്കെ ഇരുന്നിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. അവർക്ക് ആ സിനിമയ്ക്കകത്ത് ഇന്നാവാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ അവരുടെ തെറ്റല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. സോ അവർക്ക് പറ്റിയില്ല. പക്ഷെ എനിക്കിതിന്റെ ജോണർ എന്നുള്ളൊരു സംഭവം, സൂര്യയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സൂര്യയുടെ ആ ക്യാരക്ടർ, ഈ പരിപാടികൾ ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ സത്യത്തിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ എന്താ പറയാ, ഇത് പാടോ എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. അതായത് ഐ എൻജോയ്ഡ് എവറി മൊമെന്റ്സ് ഫ്രം ഫസ്റ്റ് ഹാഫ്. പക്ഷെ എന്നാലും ഇത് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലല്ലോ. ഇത് പണി കിട്ടുമോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള പടങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പിന്നെ അതിങ്ങനെ പോകെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പൊ സെക്കൻഡ് ഹാഫ് ആണെങ്കിലും യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരുപാട് കാണിച്ചു കൂട്ടിയ പോലെയൊക്കെ ആക്ച്വലി തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ ആ എലമെന്റ്, ആ ഗോഡ് എന്നുള്ളൊരു സാധനം, പുള്ളി ഗോഡാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഫാന്റസി ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റി. അത് ആ രീതിയിൽ തന്നെ ഞാൻ എൻജോയ് ചെയ്ത് സുഖമായിട്ട് ഇരുന്ന് അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇതാ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം. ഞാനത് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും എന്താ പറയാ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എക്സാജറേഷൻ എന്നല്ല അതിനെ കുറിച്ച് പറയാ, കുറച്ച് എക്സൈറ്റഡ് ആയി അല്ലെങ്കിൽ കുറച്ചിങ്ങനെ അങ്ങനെ ചാടി നിന്നിട്ട് സംസാരിക്കുന്നത്. കാരണം എത്ര നാളായെന്നേ. പിന്നെ മുമ്പ് വന്നൊരു കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റേ കൊമേഴ്ഷ്യൽ അല്ല, എന്താ പറയാ, മറ്റേ ഇത് എതർക്കും തുനിന്തവൻ, ഒരു ആക്ഷൻ മൂഡിൽ വന്നൊരു പടമാണ്. പക്ഷെ അതൊന്നും എനിക്ക് ഒരു കാര്യമായിട്ട് അത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ പടമൊന്നും മനസ്സിലായി അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു ഫാന്റസിയും കൂടി കയറിയ സമയത്ത് അതെനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനെ നല്ല രീതിയിൽ പ്ലേസും ചെയ്തിട്ടുണ്ട് RJ ബാലാജി. വെളിവുണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് മറ്റേ ലിയോന്റെ ഒരു എന്താ പറയാ സാധനമുണ്ട്. ലിയോ എന്ന് പറഞ്ഞ സിനിമയത്തെ ഒരു സീനൊക്കെ ഇതിൻ്റെ അകത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ അത് എക്സാക്ട്ലി അതുപോലെയല്ല. അതിന് കുറച്ചുകൂടി ഒരു എന്താ പറയാ ഒരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവരത് പ്ലേസ് ചെയ്തിട്ട്
വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ അകത്ത് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സൂര്യനെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക്, സൂര്യയുടെ ഡൈ ഹാർഡ് ഫാൻസിന്, സൂര്യ ഭയങ്കരമായിട്ട് കുറെ നാളായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സൂര്യയുടെ ഡൗൺഫോളിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇരുന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ഒരു പരിധിവരെ ആശ്വാസമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, ഇത് സക്സസ് ആവണം. കാരണം നിരത്തി പൊട്ടിച്ചിട്ടുണ്ട് പടങ്ങൾ, നിരത്തി പൊട്ടിച്ചിട്ടുണ്ട്. ആകെപ്പോ എടുത്തു പറയാൻ സൂര്യ റിപ്പോർട്ടറൊക്കെ ഏത് കാലത്ത് ഇറങ്ങിയതാണ്, ജയ്ബീബൊക്കെ ഏത് കാലത്ത് ഇറങ്ങിയതാണ്. അത് OTT പോയി പെട്ടുപോയില്ലേ. തിയേറ്ററിൽ ഇറങ്ങിയ പടമല്ല അത്. തിയേറ്ററിൽ നമുക്ക് സൂര്യനെ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സാധനങ്ങൾ കിട്ടിയിട്ട് എത്ര നാളായി. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തില് കറുപ്പ് വരണ സമയത്ത് ആഘോഷിക്കണ്ടേ, ആഘോഷിക്കാൻ പാകത്തിനുള്ള എലമെന്റ്സ് അതിൻ്റെ അകത്ത് വെച്ചും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി. RJ ബാലാജി உங்களுக்கு കമന്ററി മറ്റും ഇല്ല, இந்த மாதிரி പടങ്ങളും എടുത്ത് വെച്ചിരിക്കേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുറക്ക് വെച്ചിരിക്കേ, എടുത്ത് വെച്ചിരിക്കേ എന്ന് പറയുന്ന സാധനം. പിന്നെ ട്രിഷ ഉണ്ട്, പറയാൻ വിട്ടുപോയി. ട്രിഷ യെസ്, എന്താ പറയാ, ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രിഷയുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായ ഒരു ഇതൊന്നും ഇല്ല. ഇപ്പൊ ട്രിഷ എന്ന് പറഞ്ഞ ട്രിഷയുടെ ക്യാരക്ടർ ഇല്ലെങ്കിലും പടം ഓടും. ഐ മീൻ എന്താ പറയാ, അവരെ കുറച്ച് കാണുകയില്ല, പക്ഷെ ആ ക്യാരക്ടറിന് ഒരു പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ശിവതയുണ്ട് നമ്മുടെ, എന്താ പറയാ, അവരും ഒരു കേസായിട്ട് വിട്ടിട്ട് ഇതിനകത്ത് മൂഞ്ചി തെറ്റി മറ്റേ RJ ബാലാജിയും പിന്നെ ആ ജഡ്ജിയൊക്കെ കൂടി മൂഞ്ചിച്ച് വിട്ട ഒരു ക്യാരക്ടറാണ് അവരും അവരുടെ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ കലക്കനായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫിന്റെ അത് വിട്ടലിനായിട്ടുണ്ടായിരുന്നു. ആ മോളായിട്ട് അഭിനയിച്ച അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് വായിൽ കിട്ടുന്നില്ല. അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കറുപ്പ് ഫോർ മീ. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട്, എന്താ പറയാ, നിങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത് എനിക്കറിയില്ല. ഐ ആം സാറ്റിസ്ഫൈഡ്. ഐ തിങ്ക് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനം, ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ട് അങ്ങനെ ആ ഒരു ജോണർ അങ്ങനെ അടിച്ചങ്ങട് വെച്ചിരിക്കുന്ന സംഗതികൾ അങ്ങനെ റോ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂര്യ ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് കറുപ്പിലെ ലാസ്റ്റ് കറുപ്പ് സാമിയായിട്ടുള്ള ഒരു കളിയൊക്കെ ഉണ്ട്. അത് എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ, സൂര്യ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഗോഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, ദൈവമാണ്. അപ്പോ ദൈവമാണ്, ദൈവം ചെയ്യും, അത്രയേ ഉള്ളൂ. അത് എന്താണ്, ഒരു പെർഫോമറാണ് സൂര്യ. അപ്പൊ ആസ് എ പെർഫോമർ മൂപ്പര് കളിക്കുന്ന കളി കാണുന്ന സമയത്ത് ആസ് എ ഫാൻ നമുക്കൊരു ഇത് കിട്ടും. ആക്ച്വലി മനസ്സിലായി, അത് കിട്ടിയിട്ടുണ്ട്. അത് പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഊക്കി വിടാനോ ട്രോൾ ചെയ്യാനോ ഒക്കെ തോന്നുകയായിരിക്കും, ആ മൂഡിലാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ല പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഇതെല്ലാം രണ്ട് വേർഷനും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ട് അങ്ങനെയും വരാൻ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, ഇനി വരാൻ സാധ്യതയുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അപ്പോ ഇനി കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് പക്ക ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. കറുപ്പ് കൊമേഴ്ഷ്യൽ പടമാണ്. സൂര്യ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നടക്കണം അങ്ങനെ ഒരു ദൈവമല്ല. അത് RJ ബാലാജിയായിട്ടൊരു എന്താ പറയുക കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അവരൊരു ഡീല് വയ്ക്കും. അങ്ങനെ ഡീലാവുന്ന സമയത്ത് വക്കീലായിട്ട് സൂര്യ വരുന്നു. അവിടെ അങ്ങോട്ടുള്ള പരിപാടികളാണ് പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അകത്ത് ചില ചെറിയ തമാശകളും പരിപാടികളും ഒക്കെ ഉണ്ട്. അത് എല്ലാം ഉണ്ട്. തമാശ, ഡാൻസ്, പാട്ട്, ഫൈറ്റ്, എല്ലാ പരിപാടികളും ഉള്ളൊരു നല്ലൊരു ഫണ്ണ് പടം, നല്ലൊരു വൈബ് പടം. ഇതാണ് കറുപ്പ് എന്ന് പറയുന്ന സിനിമ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് കറുപ്പ്. ഇത് ഭയങ്കരമായിട്ട് സിനിമയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആട്ടുപട്ടമായിട്ടൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഇതിന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് വർക്ക് ആകാൻ വേണ്ടി പോകുന്നില്ല. ഒന്ന്, ഇത് ദൈവം എന്നുള്ളൊരു രീതി, എന്ത് ദൈവം, ഇതിനെന്ത് ചോദിച്ച ദൈവം, ഈ രീതി കണ്ടാൽ നിങ്ങൾക്ക് വർക്കാവില്ല. പക്ഷെ ആ ക്യാരക്ടർ അതാണ്, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടാവും. രണ്ട്, എന്താ പറയുക, അത് എന്താണ് ആർട്ട് പോലെയൊക്കെ കണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി മൂഞ്ചി.
ഇഷ്ടപ്പെടില്ല, വർക്ക് ആവില്ല. നിങ്ങൾ ചിലപ്പോൾ തെറിയും പിടിച്ച് 4 തുപ്പും തുപ്പിയിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങി വരാൻ വേണ്ടി പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.